ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഒഴിവാക്കുന്നതിനായി ശനിയാഴ്ച ഒരു ചർച്ച നടക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ ട്രംപിൻ്റെ പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ട്രംപ് പറയുന്നത് ഇറാനെ തങ്ങൾ ഏത് നിമിഷവും ആക്രമിച്ചേക്കാം. കാരണം ഈ ഒരു ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവർ തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് അനുസരിക്കുകയാണെങ്കിൽ അത് ഒഴിവാകും. അതല്ല എങ്കിൽ ഏത് നിമിഷവും ഉണ്ടായേക്കാം. പക്ഷേ ആ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ അമേരിക്ക ആയിരിക്കില്ല, ഇസ്രായേൽ ആയിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇസ്രായേൽ നേരത്തെ തന്നെ ഇറാൻ്റെ ആണവ നിലയം ആക്രമിക്കാനുള്ള എല്ലാ അനുമതിയും ട്രംപ് നൽകിയിരുന്നു. ട്രംപ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഇറാനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ ആയിരിക്കും, തങ്ങൾ ആ സഖ്യത്തോടൊപ്പം ഉണ്ടാകും, തങ്ങൾ അതിൽ ഉണ്ടാകുമെങ്കിലും നേതാവ് തങ്ങളല്ല, ഇസ്രായേൽ തന്നെ ആയിരിക്കുമെന്ന് ട്രംപ് അസന്നിഗ്ധമായി തന്നെ പറയുന്നു. അദ്ദേഹം പറയുന്ന കാര്യം, യുദ്ധം എപ്പോൾ സംഭവിക്കുമെന്നും എപ്പോൾ ഇറാനെ ആക്രമിക്കുമെന്നും പറയാൻ കഴിയില്ല എന്നും ഇറാൻ്റെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുകയാണ്. അതിനുശേഷം മാത്രമേ ഒരു നടപടി ഉണ്ടാകുള്ളൂ. അത് യുദ്ധം തീരുമാനിക്കുന്നത് താൻ ഒറ്റയ്ക്കല്ല എന്നും തങ്ങളുടെ രാജ്യമല്ല എന്നും കൂടി പറയുമ്പോൾ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ടാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനെതിരെയുള്ള ആക്രമണത്തിന് കുന്തമന കുറിപ്പിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് ഇറാൻ്റെ ആണവ നിലയങ്ങൾ തങ്ങൾ തകർക്കുമെന്നാണ്. ഇറാൻ കരുതുന്നത് ഇസ്രായേലിൻ്റെ പക്കൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ തക്ക ശേഷിയുള്ള ബോംബുകളില്ല. ആ ബോംബുകൾ ഇന്ന് ഉള്ളത് അമേരിക്കയുടെ പക്കലാണ്. അപ്പോൾ അമേരിക്ക അത് ഇസ്രായേലിന് നൽകുകയും ഇസ്രായേലിനെ കൊണ്ട് ആ കൃത്യം നിർവഹിക്കുമെന്ന് ഇറാൻ വളരെ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കും അങ്ങനെയാണ്. അതായത് ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കുക, ആ ഇസ്രായേലിന് എല്ലാ പിന്തുണയും അമേരിക്ക നൽകുക. ആ രീതിയിൽ തന്നെയാണ് ട്രംപ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.